പ്രശ്നം ചോദിക്കണം. എന്താണെന്ന് വെച്ചാൽ വൺ ലാസ്റ്റ് ടൈം മധുരമുള്ള സൗഹൃദങ്ങളുടെ ഓർമ്മകളിലേക്ക് ഒരിക്കൽ കൂടി. വൺ ലാസ്റ്റ് ടൈം. മിയ എന്ന ചിത്രത്തിന്റെ ക്രിയേറ്ററാണ് നമ്മളോടൊപ്പം. ക്രിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആശയം മുതൽ അതിന്റെ ഫൈനലായിട്ട് ഒരു പ്രോഡക്റ്റ് വരുന്നത് വരെയുള്ള കംപ്ലീറ്റ് ആയിട്ട് മിയയുടെ ഏറ്റവും ഉത്തരവാദപ്പെട്ട ഒരാളാണ് ഡയറക്ടർ നമ്മളോടൊപ്പം സുധി. മിയ എപ്പോഴാണ് മനസ്സിൽ കടന്നുകൂടിയത്? കഴിഞ്ഞ TV മീറ്റ് കഴിഞ്ഞ ഇനി ഒന്നും ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ച് ഒരാഴ്ച കഴിയുമ്പോഴേക്കും മനസ്സിലാവുന്ന സ്ക്രിപ്റ്റ് എന്നല്ല, ഞാനൊരു ബസ് യാത്ര ഒരു നാട്ടിലോട്ട് പോകുന്ന ഒറ്റപ്പാലത്ത് പാലക്കാട് പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു മയക്കം, അതിൽ വന്നൊരു ക്ലൈമാക്സ് സീനാണ് എൻ്റെ മനസ്സിൽ ആദ്യം ഉള്ളത്. ഇപ്പോൾ എല്ലാവരും കണ്ട ക്ലൈമാക്സ് എന്താണോ അതാണ് എൻ്റെ മനസ്സിൽ വന്നത്. ആ ക്ലൈമാക്സിൽ നിന്ന് പിന്നോട്ട് പോയിട്ടാണ് കഥ ഉണ്ടാവുന്നത് വെച്ചാൽ കുറെ നമുക്ക് അറിയാം കഥകൾ, അതൊരു സ്റ്റോറി ആയിട്ട് വിഷ്വലി പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ ഒരു യാത്രയിലാണ്. ഇപ്പൊ റിവേഴ്സ് പ്രോസസ് ആയിരുന്നു, ക്ലൈമാക്സിൽ നിന്ന് ഫ്രണ്ടിലോട്ട് പോകുന്ന പ്രോസസ്സായിരുന്നു മിയയുടെ ഉണ്ടായിരുന്നത്. മിയയുടെ ഒരു ഇപ്പം നമ്മൾ അശ്വതിയോട് സംസാരിച്ചപ്പോൾ തന്നെ മിയയുടെ ഒരു സ്ക്രിപ്റ്റ് ഏകദേശം ഒരു ഒക്ടോബർ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും ഏകദേശം ഒരു ധാരണക്കാരുടെ അതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ മനസ്സിൽ ആ ഫ്രെയിംസ് ഒന്നുണ്ടാവും. ഇത് ഒരു ക്യാമറയാണ് സുധിയുടെ മറ്റൊരു ക്ലോസ് ടു ഹാർട്ട് സാധനം. അപ്പം കുറെ അധികം ക്യാമറ ഉപയോഗിക്കുന്നതിനെ കുറിച്ചോ അതിന്റെ ടെക്നോളജിയെ കുറിച്ചോ ഒക്കെ നമ്മൾ ഒരു സുധി ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ ശ്രദ്ധിക്കും. ഇതിൽ അതെന്താണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി, ഉപയോഗിച്ചിരുന്ന ക്യാമറ അതിന്റെ ടെക്നോളജിയെ കുറിച്ചൊന്ന് പറയാം. ആക്ച്വലി സാർ പറഞ്ഞ ശരിയാണ്. ഞാൻ ആക്ച്വലി ഫ്രെയിം കണ്ടിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ക്യാമറ എങ്ങനെ വെക്കണം, ഏത് ആംഗിൾ എടുക്കണം നോക്കിയിട്ടാണ് ഓരോന്ന് എഴുതുന്നത്. മേ ബി ക്യാമറ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാം, കഥ മാത്രമല്ലാതെ ടെക്നിക്കൽ സൈഡ്. അപ്പോൾ ഈ ലാസ്റ്റ് ഇപ്പോൾ ക്ലൈമാക്സ് പറഞ്ഞാണെങ്കിലും അവിടെ നിന്ന് വിളിക്കുമ്പോൾ ഇത്രയും ടൈം ഗ്യാപ്പിൽ ആ കൊച്ചു തിരിഞ്ഞു നോക്കണം, ആ ഒരു ഫ്രെയിം വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതിലെ അപ്പോൾ ഞാൻ മാത്രമല്ല, ടീം വർക്കാണ്. ഇപ്പം എൻ്റെ കൂടെ അൻഷീലിന് ആൾറെഡി കുറെ ഫിലിംസ് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. സോ ആ ഒരു ധൈര്യത്തിലാണ് നമ്മളൊക്കെ എഴുതി വെക്കുന്നത്. അപ്പൊ എന്തായാലും അത് സ്ക്രീനിലോട്ട് കൊണ്ടുവരാന്നുള്ള ധൈര്യമുണ്ട്. പിന്നെ കഴിഞ്ഞ കൊല്ലം ചെയ്തൊരു എക്സ്പീരിയൻസ്, കഴിഞ്ഞ കൊല്ലം ഇപ്പോൾ ലിഫ്റ്റിനാണെങ്കിലും ക്യാമറ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫിനിറ്റി നോൺ ഷോർട്ട് ഫിലിം ആയിരുന്നു, അതും ക്യാമറ അൻഷീലുണ്ടായിരുന്നു, കൂടെ നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ കണ്ടുപഠിച്ച് വരുന്നത് മാത്രമല്ല, ഞാനിതൊന്നും പ്രൊഫഷണലി ക്വാളിഫൈഡ് ഒന്നും അല്ല, കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ ഒന്നും ഫ്രെയിം ഡിവൈഡ് വെക്കാറില്ല, ആ സ്ഥലം പോയി കണ്ട് എങ്ങനെയാണോ അവിടുത്തെ ചെയ്യാൻ പറ്റുക അതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാന്ന് മാത്രമല്ല. ഇതിലാണെങ്കിൽ തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സോണിയുടെ ഒരു ക്യാമറ ഉപയോഗിക്കുന്നത്. പക്ഷെ ചില ഷോട്ട്സ് ഐഫോണിലെടുത്താണ്, ഐഫോണിലെടുത്ത് ഷോട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. സോ അങ്ങനെ നമുക്ക് ഇന്ന ഇൻസ്ട്രുമെന്റ് ഇല്ല, ആ ഒരു കഥയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതിന് ഇൻസ്ട്രുമെന്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചൊരു ഫിലിം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ബേസിക്കലി ഐഡിയ മാത്രം മതി. അത് കാസ്റ്റിംഗ് കഥകളും വരുമ്പോൾ കഥാപാത്രങ്ങളും നമുക്ക് മനസ്സിൽ തീർച്ചയായിട്ടും വരും. കഥാപാത്രങ്ങളും ഇന്നത് ചെയ്യണം, ഇന്നാള് ചെയ്യണം എന്നൊരു ഐഡിയ എഴുതി കഴിഞ്ഞതിന് ശേഷമാണോ വരാറുള്ളത്, അതോ അതിന് മുൻപ് തന്നെ ഇന്ന ആളുടെയാണ് ഈ റോളെന്ന് മനസ്സിൽ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് വെക്കാറുണ്ട്? ആക്ച്വലി ചെയ്യാൻ പാടാത്ത കാര്യമാണ്, ഫസ്റ്റ് എഴുതി കഴിഞ്ഞ ശേഷം കാസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ എന്റെ മനസ്സിൽ കാസ്റ്റ് ആയ ശേഷമാണ് ഞാൻ അവര് വെച്ച് എഴുതിയത്. കാരണം അപ്പൊ എനിക്ക് അവരുടെ മാനറിസംസ് അറിയാൻ പറ്റും. എപ്പോഴത്തിൽ കാസ്റ്റ് ചെയ്ത അൻഷീലിനാണെങ്കിലും അശ്വതി ആണെങ്കിലും വിപിനാണെങ്കിലും രാജിയും കാസ്റ്റ് ചെയ്തതല്ല, ആക്ച്വലി വേറൊരാളായിരുന്നു. പിന്നീട് രാജിയിലോട്ട് വന്നപ്പോൾ ഞാൻ വീണ്ടും തിരുത്തി എഴുതി, രാജിക്ക് വേണ്ടി കുറച്ച് തിരുത്തി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെങ്ങനെ ബിഹേവ് ചെയ്യും, ക്യാമറയ്ക്ക് ബിഹേവ് എനിക്കറിയാം, ഇവരെങ്ങനെ സംസാരിക്കുന്നത് എനിക്കറിയാൻ പറ്റും. സോ അവർക്കനുസരിച്ചുള്ള ഡയലോഗ്സ് എഴുതി സ്പോട്ട് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് അതിനകത്ത് മാറ്റാനുള്ള ഒരു ഫ്രീഡം ആണ്. വൺസ് സ്ക്രിപ്റ്റ് ലോക്ക് ആവുന്നവരെ അവർക്ക് ചേഞ്ചസ് ചെയ്യാം. സ്ക്രിപ്റ്റ് ലോക്ക് ആകുമ്പോൾ അത് അവരുടെ ഓൺ സ്ക്രിപ്റ്റ് ആയി മാറി. ഇപ്പൊ എന്റെ മാത്രമല്ല, അത് ഓൺ മിയ എന്നുള്ള ഒരു ടീമിന് പ്രൊഡക്റ്റ് ആയി മാറി. അപ്പോൾ അത് വർക്ക് ചെയ്യാൻ ഒന്നുകൂടെ സുഖമാണ്. കാരണം അവിടെ കൺഫ്യൂഷൻസ് ഇല്ല, ഒരു ഫ്രീഡം ഓഫ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ അതൊരു ഡയറക്ടർ വിഷനോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ വിഷൻ എന്നല്ലാതെ ഇറ്റ്സ് ഓൾ ടീംസ് വിഷൻ. അതാണ് ഫൈനലി പ്രൊഡക്റ്റ് ആയി വന്നിരിക്കുന്നത്. ഇതിൽ അഭിനയിച്ചവർക്ക് ആർക്കും ഒരു അഭിനയിച്ച ശീലമില്ലാത്തവരാണ്. ഇപ്പൊ ലക്ഷ്മി മാഡം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയതായിട്ട് വന്നവർ പലരും ആയിക്കോട്ടെ, അവരാർക്കും ഒരു സ്റ്റേജിൽ പോലും പെർഫോം ചെയ്യാത്തവരായിരിക്കാം. ക്യാമറ നോക്കി മുന്നിൽ ഇപ്പൊ അവരുടെ മുമ്പിൽ ഒരു കഥ പറയുക, അവരെ കൊണ്ട് അഭിനയിപ്പിക്കുക ഒരു വലിയ ചാലഞ്ചിങ് ടാസ്ക് അല്ലേ ശരിക്കും? ചലഞ്ചിങ് ആണ്. അതിന്റെ കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു വെച്ചാൽ നമ്മുടെ TV-യിലുള്ള ആൾക്കാരെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഞാൻ കാസ്റ്റ് ചെയ്തു. പക്ഷെ ഈ പറഞ്ഞ മുത്തശ്ശിയുടെ ക്യാരക്ടർ നമുക്ക് പറ്റിയ ഒരാളില്ല. അങ്ങനത്തെ ഒരു ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു ലുക്ക്, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലുക്ക്, അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ അന്നാണ് എറണാകുളം മീറ്റ് ഉണ്ടായിരുന്നത്. എറണാകുളം മീറ്റിൽ വെച്ചിട്ടാണ് ലക്ഷ്മി മാഡത്തെ കണ്ടത്. അപ്പോൾ ഞാൻ റോസിനോട് ചോദിച്ചു, എനിക്ക് കോണ്ടാക്ട് വേണം, ഇതാണ് കാര്യം എന്ന് പറഞ്ഞു.
അപ്പൊ പുള്ളിക്കാരി അത് സംസാരിച്ചു. പക്ഷെ ഞാനത് പറയണ്ടെന്ന് പറഞ്ഞു. കാരണം ഒരു പക്ഷേ എനിക്ക് ആ റോൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് വിഷമമായിരിക്കും, എന്താണെന്ന് പറയണ്ടത്. അങ്ങനെ 2-3 പേരുണ്ടായിരുന്നു. അപ്പൊ 2-3 പേരെടുത്ത് ഞാൻ വീഡിയോ എടുത്തു. ഞങ്ങൾ ഓൾ ഗ്രൂപ്പ് നോക്കി. അതിൽ എനിക്കൊരു കാസ്റ്റിംഗ് ഗ്രൂപ്പ് തന്നെയുണ്ട്. ആ ഗ്രൂപ്പിലിട്ട് ആരൊക്കെയാണ് നോക്കിയപ്പോൾ മെജോറിറ്റി പറഞ്ഞ് നമുക്ക് ചെയ്തെടുപ്പിക്കാം. കാരണം ഒരാൾ ഓക്കെയാണ് നമുക്ക് തോന്നുകയാണെങ്കിൽ ചെയ്തെടുപ്പിക്കാന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതെങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുപ്പിക്കാം. കാരണം അതിനുള്ള ഡയലോഗ്സ് നമ്മൾ ഇത് ബേസിക്കലി ഡയലോഗ്സ് ഏറ്റവും കുറവാണ്, ഇമോഷൻസ് ആണ് ഏറ്റവും കൂടുതൽ കൺവേ ചെയ്യുന്നത്. സോ ആ ഇമോഷൻ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങളൊരു ട്രസ്റ്റ് ആണ്, അത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയും ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനം കഴിഞ്ഞതിന് ശേഷം വളരെ ഇമോഷണലായിട്ട് കണ്ട ഒരു സംഭവം നവീൻ രമണൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു കാസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണുകൾ നിറഞ്ഞത് വേറെ രീതിയിൽ ഞാൻ കണ്ടു. എന്താണ് അതിന്റെ ഒരു പിന്നില്? സുധി വീണ്ടും പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇദ്ദേഹം വേണം എന്നൊരു വാശി ഉണ്ടായിരുന്നു എന്നായിരുന്നു അന്ന് പറഞ്ഞത്. അത് എന്തായിരുന്നു? അത് വാശി എന്നല്ല, ആഗ്രഹം, ഒരു അത്യാഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ നവീൻ സാറിനോട് ചോദിച്ചു ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചല്ല, ചെയ്യണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പലപ്പോഴും ഇവൻ ഷൂട്ടിന് ഇടയിൽ കൂടെ പറഞ്ഞു, നീ എന്നെ മാറ്റുകയാണെങ്കിൽ മാറ്റിക്കോ. കാരണം അത് പറയുകയാണെങ്കിൽ പോലും മനസ്സിന്റെ ആഗ്രഹമുണ്ട്, പക്ഷെ മേ ബി ഫിസിക്കലി അത് കൺവേ ചെയ്യാൻ പറ്റാതെ. പക്ഷെ അതെനിക്ക് പ്രശ്നമല്ല, സാർ എന്ത് വേണം ചെയ്തു, അത് ഞാൻ എടുത്തേക്കാം, എഡിറ്റിൽ എനിക്ക് ചെയ്യാൻ പറ്റും, അതെന്താന്നുള്ളത്. പക്ഷെ ആദ്യത്തെ 2-3 ടേക്ക് പോയപ്പോഴും ഇപ്പൊ വിപിനും അനുശീലനൊക്കെ അറിയാം, ഭയങ്കര നെർവസ് ആയിരുന്നു. ഫസ്റ്റ് ഒരു സിമ്പിൾ ഷോട്ട് ആയിരുന്നു. പക്ഷെ ആ നെർവസ്നെസ് ഒന്ന് മാറിയപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്കത് ആ ഇമോഷൻ വളരെ കൺവേ ചെയ്തു. നവീൻ സാറെ പറ്റി പറയുന്ന കൂടെ തന്നെ നന്ദകുമാർ സാറെ പറ്റി പറയണം. ആ ഒരു അത് ബോഡി ആണെങ്കിൽ അതിന് സോള് കൊടുത്തത് നന്ദകുമാർ സാറിന്റെ സാക്ഷ്യത്വമാണ്. നന്ദകുമാർ സാറിനെ വിളിക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, സാറിനെ എങ്ങനെ അപ്രോച്ച്. കാരണം കണ്ടിട്ട് ലിഫ്റ്റിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പൊ സംസാരിച്ചെന്നല്ലാതെ എനിക്ക് വലിയ പരിചയമില്ല എന്നല്ല, അറിയാം. പക്ഷെ ആ ഒരു ബഹുമാനം കൊണ്ടുള്ള പേടിയുണ്ട്. സാറിന് അനുശീലനെ കൊണ്ട് കോണ്ടാക്ട് ചെയ്യിപ്പിച്ച് സാറിന് മെസ്സേജ് അയച്ചു, സാർ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഓക്കെ എന്ന് തിരിച്ചയച്ചുള്ളൂ. ഈ ഓക്കെയുടെ അർത്ഥം പോലെ എനിക്കത് മനസ്സിലായില്ല. അതിനുശേഷം ഷൂട്ട് കഴിഞ്ഞിട്ട് സാറോട് പറഞ്ഞു, സാർ എങ്ങനെയുണ്ടായിരുന്നു. പിന്നെ സാറ് ഫുൾ ഓൺ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നവീൻ സാറിനെ അഭിനയിപ്പിച്ച എന്റെ സൗണ്ടും കൂടെ കൊടുത്ത് അത് സ്ക്രീനിൽ കാണുമ്പോൾ ഉള്ള ഒരു മാജിക്, അതൊരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു. ക്യാരക്ടർ എല്ലാം ആയിക്കഴിഞ്ഞാലും ഫ്രെയിംസ് ആയി കഴിഞ്ഞാലും ഒരു ഷോർട്ട് ഫിലിമിനെ സംബന്ധിച്ചിടത്തോളം ആ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സംഗീതമാണ്, മ്യൂസിക്കാണ് അല്ലേ? മ്യൂസിക് അതിനൊരു സോളാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മേല് വന്നിരിക്കുന്നത്? വളരെ സെറ്റിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു മ്യൂസിക്കാണ് വന്നിരിക്കുന്നത്. അധികം നമുക്ക് മ്യൂസിക് ഉണ്ടോ എന്ന് പോലും അറിയാത്ത ചില സാഹചര്യങ്ങളിലും വളരെ ലൈറ്റായിട്ട് ഉപയോഗിച്ച മ്യൂസിക് എന്തായിരുന്നു അതിന്റെ, അത് ഒന്ന് പറയാം. അത് അതിനെ ഡിസൈൻ ചെയ്ത് അങ്ങനെ തന്നെയാണ്. വെച്ചാൽ മ്യൂസിക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സപ്പോർട്ടിങ് മാത്രമായിരിക്കണം. പക്ഷെ ആർക്കും അത് അറിയാം, മ്യൂസിക് ഉണ്ടെന്ന് തന്നെ അറിയാൻ പാടില്ല. പക്ഷെ ആ ഒരു ഫ്ലോയില് അവിടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കേൾക്കണം. കാരണം ഒന്ന് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡയലോഗ്സ് വളരെ കുറവാണ്. എനിക്ക് അധികം സംസാരിക്കുന്നത് വലിയ താല്പര്യമില്ല. എന്താണ് കാര്യം ടു ദ പോയിന്റ് സംസാരിച്ച് ആ കാര്യം കൺവേ, പിന്നെ ഇമോഷൻസിലൂടെ കൺവേ ചെയ്യാനാണ്. അപ്പൊ ഈ മ്യൂസിക് ഡയറക്ടറോട് ഞാൻ പറഞ്ഞ കാര്യം അതന്നെ, എനിക്ക് വേണ്ടത് ഇന്ന സ്ഥലത്ത് ഈ ടൈപ്പ് ഓഫ് മ്യൂസിക് വേണം. ഓപ്പണിങ്ങിലാണെങ്കിൽ ആ ഒരു മ്യൂസിക്, എൻഡിങ്ങിൽ ഈ ഒരു മ്യൂസിക് വേണം. ബാക്കിയെല്ലാം നമുക്ക് പറഞ്ഞ ആ മ്യൂസിക് ബ്ലെൻഡ് ചെയ്ത് പോകുന്നത് മാത്രമേ വേണം. അപ്പൊ എന്റെ ഫ്രണ്ട് അഖിലാണ് ഇത് ചെയ്തത്, അഖിൽ നായർ. പുള്ളിക്കാരൻ ആക്ച്വലി മ്യൂസിഷ്യനാണ്. ഇപ്പോ മലപ്പുറം സ്കൂളിൽ ഇപ്പോൾ മ്യൂസിക് ടീച്ചറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുറെ ഷോർട്ട് ഫിലിംസിനും ആൽബംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പുള്ളി. അതായത് മിയ ഞാൻ കൺസീവ് ചെയ്ത കഴിഞ്ഞ മെയ് മന്ത്, ജൂണിൽ പുള്ളിയോട് സംസാരിച്ചിട്ടുണ്ട്, ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഇതിലെ മ്യൂസിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എനിക്ക് ഡയലോഗ്സ് കുറവാണ്, മ്യൂസിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതാണ് എൻ്റെ സ്റ്റോറി പറഞ്ഞ് സ്ക്രിപ്റ്റ് ആയത് പുള്ളിക്ക് അയച്ചു കൊടുത്ത് പുള്ളി അന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനുശീലൻ പറഞ്ഞിട്ടുണ്ടാവും, മേ ബി പുള്ളിയാണ് നിർബന്ധിക്കുകയായിരുന്നത്. ഇതേപോലെ മ്യൂസിക് ഡയറക്ടർ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ എന്താ എടുക്കാത്തതെന്ന് ചോദിച്ചിട്ട്. കാരണം ഇടയ്ക്ക് ഞാൻ കുറച്ച് മടി പിടിച്ചിരുന്നിട്ടുണ്ട്, എനിക്ക് എഴുതാൻ ഭയങ്കര മടിയായിരുന്നു. അതുപോലെ തന്നെ ചെറുത് ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞൊരു മടുപ്പ് തോന്നും. അപ്പൊ ഞാൻ നിർത്തിവെച്ച് വീണ്ടും വേറെ കാര്യം നോക്കിപ്പോവും. പക്ഷെ ഇവർ നിർബന്ധിച്ച് അത് എഴുതി അവസാനം ആ മ്യൂസിക് ഡയറക്ടർ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്താ ചെയ്യാത്ത നിങ്ങൾ ഡ്രോപ്പ് ചെയ്തോ. ഞാൻ പറഞ്ഞു, ഇല്ല ഡ്രോപ്പ് ആയിട്ടില്ല, നമ്മൾ ചെയ്യും. പക്ഷെ അപ്പോഴും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ചെയ്യുമെന്നുള്ള കാര്യം. പിന്നെ അനൗൺസ്മെന്റ് വന്നപ്പോഴാണ് ഓക്കെ നമ്മൾ ചെയ്യുന്നു എന്ന് തീരുമാനിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്ത് എല്ലാവരും കാസ്റ്റിംഗ് ചെയ്ത്. അപ്പോൾ അതിന് ശേഷം പുള്ളിക്ക് ആദ്യത്തെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കൊടുത്തു. ഫസ്റ്റ് ഡ്രാഫ്റ്റ് കൊടുത്തപ്പോൾ എനിക്ക് പുള്ളി, ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഒരു BGM പോകുന്നുണ്ട്, ആ BGM ആദ്യം തന്നു. അത് ഞാൻ ഷെയർ ചെയ്തു. ആ ഒറ്റ BGMൽ ഹുക്കായിട്ടുള്ളൂ. കാരണം അതിലങ്ങോട്ട് കയറിപ്പോകാൻ ഉറപ്പായിരുന്നു. അതുപോലെ പുള്ളി ഫുള്ളും എനിക്ക് തോന്നും. പക്ഷെ പുള്ളി ആദ്യം നമ്മൾ ഫുൾ മ്യൂസിക് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഫുൾ മ്യൂസിക് അല്ല വേണ്ടത്, എനിക്ക് സൈലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂസിക്കിനോളം തന്നെ സൈലൻസ് ഇമ്പോർട്ടൻ്റ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം സൈലൻസ് വേണ്ടത് സൈലൻസ് വേണം, സൈലൻസിന്റെ പീക്കും ഒരു മ്യൂസിക്കാണ്. അതേപോലെ തന്നെ ഞാൻ ചെയ്തു തന്നു. എനിക്ക് അതിൽ ഭയങ്കര തൃപ്തിയുണ്ട്. ഒരുപാട് ചാലഞ്ചസ്, അതായത് ഇപ്പം ശരത്ത് പറഞ്ഞ പോലെ
ഒരു സീൻ കാണാനില്ല എഡിറ്റ് ചെയ്തപ്പം പിന്നെ അത് റീഷൂട്ട് ചെയ്യാൻ വിളിക്കുക. അപ്പം നമ്മുടെ വിപിൻ പറഞ്ഞ പോലെ ക്ലൈമാക്സ് ഒക്കെ പൊളിച്ചെഴുതുക. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു ആർട്ടിസ്റ്റിന്, ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുവരെയും മാസങ്ങളോളം കൊണ്ട് നടന്നൊരു സാധനം അപ്പാടെ മാറ്റുക പെട്ടെന്ന്. അതൊക്കെ എങ്ങനെയായിരുന്നു ചാലഞ്ചസ്? അത് നമുക്കൊരു അബദ്ധം പറ്റിയെന്നല്ല, എന്ന് വെച്ചാൽ AD ഉണ്ടായിരുന്നു. ഇവരിപ്പോ ടെക്നീഷ്യൻസ് തന്നെയാണ് അഭിനയിക്കുന്നത്, അവർ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളെ ചെറിയ ലിമിറ്റഡ് ക്രൂസിൽ നമ്മൾ ചെയ്ത കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ വിപിനാണെങ്കിലും രാജയാണെങ്കിലും ആ ഷോട്ടിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ശരത്ത് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് അത് മിസ് ചെയ്ത് പോയി. പിന്നീട് എഡിറ്റിങ്ങിലാണ് മനസ്സിലാവുന്നത് ഇത് നമ്മൾ എടുത്തിട്ടില്ല എന്നുള്ളത്. കാരണം ആ സീൻ കട്ട് ചെയ്ത് പോയിട്ടില്ല. പിന്നെ അപ്പോൾ ശരിക്കും താങ്ക്സ് ഫോർ റെണിച്ചേട്ടനാണ്. റെണിച്ചേട്ടൻ്റെ ഷൂട്ട് നമ്മൾ സിൽവർ സ്പൂൺ നടക്കുന്ന സമയത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എനിക്കൊരു 1 hour ഷൂട്ട് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞു. പുള്ളി വിത്ത് ഹാപ്പി അവരുടെ ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു സ്പേസ് നിൽക്കുന്നു. അവർ ഷൂട്ട് ചെയ്യുന്ന അതേ പ്രിമൈസ് തന്നെ സിൽവർ സ്പൂൺ എവിടെ ചെയ്തോ അതിനടുത്ത് തന്നെ ചെറിയൊരു കോർണറിലാണ് ഇത് ചെയ്യുക. പക്ഷെ കണ്ടാൽ നമുക്കൊരു വ്യത്യാസം മനസ്സിലാവില്ല. ശരിക്കും ഹോസ്പിറ്റൽ ഫീൽ തന്നെയുണ്ട്. അവിടെ വെച്ച് അവർ ആ സൈഡിൽ തന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ട് നഷ്ടം തന്നെ. അപ്പോൾ അവരോടും കൂടെ ഒരു താങ്ക്സ് പറയണം ഈ കാര്യത്തിൽ. പക്ഷെ ചില നിമിത്തങ്ങൾ എന്ന് പറയുന്ന പോലെയാണ് പല കാര്യങ്ങളും സംഭവിച്ചത്. ഇപ്പോൾ ഞങ്ങളൊരു ഷൂട്ടിനെടുത്ത ഹോസ്പിറ്റലുണ്ട്, അവിടെ ആരും വരുന്നില്ല. അവിടെ ഞങ്ങൾക്ക് വേണ്ടി കാരണം ഞങ്ങൾ പോയ സമയത്ത് അധികം ആൾക്കാരില്ല. അവിടെ സ്റ്റാഫ് നമുക്ക് ഭയങ്കര ഫേവറിങ് ആയിരുന്നു. അപ്പൊ അവർ തന്നെ ചില ഷോട്ടിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ ഫേസ് വന്നില്ലെങ്കിൽ പോലും അവർ അഭിനയിച്ചിട്ടുണ്ട് ആ ഷോട്ട്സിൽ. അതുപോലെ മാനേജ് ഉപയോഗിച്ചിരിക്കുന്ന എക്യുപ്മെന്റ്സ് എല്ലാം യഥാർത്ഥത്തിൽ ഹോസ്പിറ്റലുള്ള അത് ഒറിജിനൽ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലും ഒറിജിനൽ സെറ്റ് അല്ല, ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ആ പറയുന്ന ഓഡിയോ ലാബും വളരെ ഒറിജിനലാണ്. എന്തൊക്കെ എക്യുപ്മെന്റ്സ് അതൊക്കെ റിയൽ ആണ്. കാരണം ഇവരോടൊക്കെ ഞാൻ വളരെ മുന്നേ തന്നെ സംസാരിച്ചു. ഈ ഓഡിയോ ലാബ് ആണെങ്കിൽ പോലും അവര് ഡോക്ടർ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. സപ്പോർട്ടിങ് എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു വല്ലാത്ത സപ്പോർട്ട് അവർ തന്നത്. കാരണം ഞാൻ ഇങ്ങനെ ഒരു കഥ അവരോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്യട്ടെ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എത്രയാണ് ഇതിന്റെ ഫീ, ഞങ്ങൾ തന്നെ വെച്ചപ്പോൾ ഇല്ല ഞങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അവർ പ്രീമിയസ് നമുക്ക് വിട്ട് തന്നാ. അവർ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഓഡിയോളജിസ്റ്റ് ആദ്യം വന്നിട്ടുണ്ട്. പുള്ളി പുറത്തിരുന്നിട്ട് വിപിനായിട്ട് ഇൻട്രാക്ഷൻ, അപ്പൊ പുള്ളി നോക്കി പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതും ഭയങ്കര ബെനിഫിറ്റ്. നമുക്ക് ആ ഒരു എന്താണോ ക്യാരക്ടർ അത് റിയലായിട്ട് കൺവേ ചെയ്യാൻ വേണ്ടി ആ ഒരു പുള്ളി നമ്മളോട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കൊണ്ട് എക്യുപ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് എക്യുപ്മെന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോപ്പർട്ടീസ്. പുള്ളി അത് വേണ്ട ഒറിജിനൽ പറഞ്ഞിട്ട് ആ ഹിയറിംഗ് എയ്ഡ് പോലും ഒറിജിനലാണ്. ശരിക്കും വർക്ക് ചെയ്യുന്ന ഹിയറിംഗ് എയ്ഡാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് അങ്ങനെ പിന്നെ നമുക്ക് ലാസ്റ്റ് ഈ പറയുന്ന ക്ലൈമാക്സ് പൊളിച്ച് എഴുതിയായിരുന്നു. ആ സമയത്ത് അവരാരും വന്നില്ല. ആ മൊത്തം ഓഡിയോ ലാബ് പിന്നെ അവിടുത്തെ പ്രിമൈസുകൾ നമുക്ക് വിട്ടു തന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തോ പറഞ്ഞിട്ട് പോയതാ. പിന്നെ രാവിലെ 10 മണിക്ക് വന്നു. ഞങ്ങൾ രാവിലെ 7 മണിക്കാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 10 മണി വരെ ഉണ്ടായിരുന്നു. അതിന് ശേഷം അവർ വന്നിട്ട് എല്ലാം ഓക്കെ എല്ലാം കൊണ്ട് ഞങ്ങൾ പോയത്. സോ ചില നിമിത്തങ്ങൾ നമുക്ക് ഈ മിയയ്ക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ട്. പല ഭാഗത്തുനിന്നാണെങ്കിലും കിട്ടിയിട്ടുണ്ട്. ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചിപ്പം അശ്വതി നേരത്തെ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച് ശീലമുള്ള ഒരാളാണ്. പക്ഷെ മിയ എന്ന് പറഞ്ഞൊരു മെയിൻ ക്യാരക്ടർ, ഒരു സംസാരിക്കുന്നില്ലെങ്കിൽ കൂടി ആ കുട്ടിയുടെ അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. കണ്ണുകളിലൂടെ അല്ലെങ്കിൽ ഇമോഷൻസ് കൈകാര്യം ചെയ്യുക, ലാസ്റ്റ് മൊമെന്റിൽ അത് സംസാരിക്കുന്നൊരു. അപ്പൊ അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ, ക്യാരക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ കുട്ടിയും പറഞ്ഞു, എനിക്ക് കഥ മാത്രമേ അറിയുള്ളൂ, ഞാൻ അവിടെ വന്ന് എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല, ഞാൻ വെറുതെ ഒരു ഫ്ലോയിൽ പോവായിരുന്നു പറഞ്ഞു. എന്തായിരുന്നു ഈ ഒരു മിയെ ഹാൻഡിൽ ചെയ്യാൻ പെട്ട പാടുണ്ടായിരുന്നോ അതോ വളരെ ഈസി ആയിരുന്നു? അതും കാസ്റ്റിംഗ് തന്നെ പറഞ്ഞു. കാരണം ആദ്യം ഞാൻ ഉദ്ദേശിച്ചൊരു കുട്ടി നമ്മുടെ അവന്തിക ആയിരുന്നില്ല, വേറൊരാളായിരുന്നു. അവരുടെ സംസാരിച്ചു. പക്ഷെ അവരുടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം വരാൻ പറ്റുമോ ഇല്ലേ എന്നൊരു കൺഫ്യൂഷൻസ് ഉള്ള കാരണം ഓക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സതീഷിന്റെ മോളുടെ കാര്യം ഓർമ്മ വന്നത്. സതീഷിനോട് ഞാൻ ഏറ്റവും ആദ്യം ഈ കാര്യം പറയുന്നതും ജൂണിലോ മറ്റാണ്. അന്ന് സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടില്ല. സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടില്ല. സതീഷിനോട് അപ്പം എടാ നീയല്ല ചെയ്യുന്നത്, ഞാൻ വിടാന്ന് പറഞ്ഞു. ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ അവനെന്നെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഓരോരുത്തരും ട്രസ്റ്റ് ചെയ്തു. അപ്പോൾ ആ ട്രസ്റ്റ് എനിക്ക് തിരിച്ചു കൊടുക്കണ്ടേ അവർ ചെയ്താൽ. പിന്നെ ആ കുട്ടി നന്നായിട്ട് റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ ക്യാച്ച് ചെയ്യും പെട്ടെന്ന്. പിന്നെ കുട്ടികൾ ആ സമയത്ത് നമുക്ക് ഒരുപാട് പറഞ്ഞു കൊടുക്കണ്ട. ഇതിങ്ങനെ അത്യാവശ്യം ആർട്ടിസ്റ്റിക് നേച്ചറുള്ള കുട്ടി ആയതുകൊണ്ട് ഒരുപാട് കാരണം കുട്ടിയുടെ കാര്യം മാത്രം ബുദ്ധിമുട്ടില്ലാതെ വന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ റീടേക്ക് പോകുമ്പോഴും കൊച്ചിന് എനിക്ക് ഒറ്റ ഷോട്ടിൽ ഓക്കെയാണ്. ഇവൻ ഒറ്റ ഷോട്ട് മാത്രമല്ല, ഡബിങ്ങിന് പോയപ്പോഴും എനിക്ക് തോന്നുന്നു അനുദാസിന്റെ ആണ് ഡബിങ് കുറച്ച് ലെങ്ത് ആയിപ്പോയി. മോള് വന്ന് 2 മിനിറ്റ് കാര്യം കഴിഞ്ഞ് അവള് പോയി. ശരിക്കും ഒരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്തു പോയതാ. അപ്പൊ മോളെ കൊണ്ട് ഭയങ്കര നമുക്കെപ്പോഴും ഭയങ്കര സപ്പോർട്ടിങ്. ഈവൻ മോള് മാത്രമല്ല, മോളുടെ ശ്രുതി അമ്മ
കോസ്റ്റ്യൂംസ് ഫുള്ള് നോക്കിയത് ശ്രുതിയാണ്, മോളുടെ അമ്മയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് അവരുടെ കാർ ഡിക്കിയിൽ മൊത്തം കോസ്റ്റ്യൂംസ് കൊണ്ടുവന്ന് ഞാൻ പറയുന്ന അനുസരിച്ച് മാറ്റി. ഇപ്പൊ തലമുടി മാറ്റാൻ പറഞ്ഞാൽ അപ്പം എടുത്ത് മാറ്റി. ഒരു മടുപ്പും ഉണ്ടായിരുന്നില്ല. നമുക്ക് 2 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിട്ടും ആ 2 ദിവസം ഫ്രം ഡേ ടു നൈറ്റ് ഫുൾ ടൈം നിന്ന് എന്ത് കോസ്റ്റ്യൂമാണോ വേണ്ട അതിട്ട് അതിന്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ മാറ്റാൻ പറയാൻ മാറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലായിടത്തും കിട്ടിയ സപ്പോർട്ടാണ്. അപ്പൊ എല്ലാ കൊച്ചും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളും എല്ലാവരും ഡേ നൈറ്റ് നോക്കാതെ, വിശപ്പ് പോലും നോക്കാതെ വർക്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് കുറേ നാളുകളായിട്ട് വെച്ചിരുന്ന കഥ സ്ക്രിപ്റ്റ് ആവുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു, വരുന്നു, സൗണ്ട് വരുന്നു, മ്യൂസിക് വരുന്നു, ഡബിങ് വരുന്നു, ഫൈനലി ഒരു പ്രോഡക്റ്റ് വരുന്നു, TV-യിൽ അത് പ്രദർശിപ്പിച്ച സമയത്ത് ഹൗ ഡിഡ് യു ഫീൽ? അതെന്തായിരുന്നു അതിൻ്റെ ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ്? അതിനു മുന്നേ കുറെ പേരോട് ക്ഷമ ചോദിക്കണം. എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ എല്ലാ ക്രൂസും ആകെ 2 പേരെ ഫിലിം കണ്ടിട്ടുള്ളൂ. ഞാനും അനുശീലിന് മാത്രമേ ഫിലിം കണ്ടിട്ടുള്ളൂ. ബാക്കി ആരും അനുശീലൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്, ഞാനത് ഫൈനൽ മിക്സിങ് ഞാൻ ചെയ്യുന്നുണ്ട്, മ്യൂസിക് മിക്സ് ചെയ്യുന്നുണ്ട്. ബാക്കി ആരും കണ്ടിട്ടില്ല. അത് എന്നോട് ചോദിക്കും, ഇടയ്ക്ക് ചോദിക്കും. അപ്പോൾ പ്രിയനാണെങ്കിലും ഇടയ്ക്ക് ചോദിക്കും, ഏട്ടാ നീ അത് കാണിക്കാത്ത, വിനോദേട്ടനുണ്ട്, പുള്ളി ഞങ്ങൾ കാണട്ടെ ഒന്ന് അയക്കുമെന്ന് പറയും. പക്ഷെ ഞാൻ പറഞ്ഞു, നിർബന്ധം പിടിച്ച് പറഞ്ഞാണ്, നിങ്ങൾ കാണണ്ട, നിങ്ങളിത് ബിഗ് സ്ക്രീനിൽ കണ്ടാൽ മതി. കാരണം ഇത് ആ ഫസ്റ്റ് കിട്ടുന്ന ഫീൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഞാൻ റീ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്കിത് കണ്ട് ഓക്കെ, ആ ഇമോഷൻസ് എനിക്ക് മിസ്സായിപ്പോയി. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല. ഇത് നമ്മളെല്ലാം എഫേർട്ടാണ്. ആ എഫേർട്ടിന്റെ റിസൾട്ട് നിങ്ങൾ ആ ബിഗ് സ്ക്രീനിൽ എല്ലാവരും കൂടി ഇരുന്ന് കാണാൻ കിട്ടുന്ന ഒരു റിസൾട്ട് ആയിരിക്കും. ആ ഒരു ഇമോഷനാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. അത് എനിക്ക് തരാനുള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ടാൽ മതി. ഒരു നിർബന്ധം പിടിച്ച് ഒരാളെ പോലും കാണിക്കാതെ അത് അവിടെ ഇട്ടാണ്. അപ്പോൾ അതിന് ക്ഷമ ചോദിക്കണം. കാരണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് തരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ നിർബന്ധം പിടിച്ചത്. ഇനി അങ്ങനത്തെ ഉണ്ടാക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതങ്ങനെ ആയിരുന്നു. അതിനകത്തും ഒരുപാട് പേര് ഈ ഇന്റർവ്യൂവിന് വന്നവരും പറയുമ്പോഴും കണ്ണു നനയുന്നു. കണ്ണു നനയുന്ന ഒരു വിഷമത്തിന്റെ കണ്ണു നനയല്ല കേട്ടോ, അതെല്ലാം സന്തോഷം കൊണ്ടുള്ള. അവിടെ ഇരുന്ന് സിനിമ കണ്ടപ്പോഴും ഒരു വലിയ ഫീലാണ് ഉണ്ടാകുന്നത്. ക്രിയേറ്റർ ഇത് കണ്ടോ? ഞാൻ കണ്ടെന്നല്ല, ആരോ എന്റെ പിന്നിൽ വന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹഗ് ചെയ്യുന്നു. എനിക്ക് ആരാണെന്ന് ഓർമ്മയില്ല, ഏതോ ഒരു ചേട്ടനായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി എനിക്ക് സന്തോഷം കൊണ്ടാണ്. കാരണം നമ്മളെടുത്ത പ്രൊഡക്റ്റ് മീൻസ് നമ്മളെടുത്തൊരു ഫിലിം ആ ബിഗ് സ്ക്രീനിൽ കാണുന്ന ഒരു സന്തോഷത്തിന് പുറത്ത് ഞാൻ കരഞ്ഞത് ജസ്റ്റ് ടീയേഴ്സ് വന്നു. അത് കഴിഞ്ഞ് കുറെ പേര് സംസാരിച്ചു. അപ്പോഴും ആരോ പറഞ്ഞത്, ഇത് കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വിളിച്ച് സംസാരിച്ചു, മക്കളോട് സംസാരിച്ചു. ഒരാൾ പറഞ്ഞു, സംവിധായകനെ കിട്ടി അടിക്കണം എന്നുണ്ട്, ഇങ്ങനെയാണ് മനുഷ്യനെ കഴിക്കുന്നത്. ശരിക്കും അതൊക്കെയാണ് നമുക്ക് പറ്റുന്ന അവാർഡ്സ്. അതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കുന്നില്ല. ഇത് ഉടൻ തന്നെ റിലീസ് ആവുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ TV മീറ്റ് കഴിഞ്ഞപ്പോൾ മിയ മനസ്സിൽ കൂടി അല്ലേ? അപ്പൊ ഇപ്പോഴത്തെ TV മീറ്റ് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഒന്നും മനസ്സിലായില്ല. ബ്ലാങ്ക് എന്ന് വെച്ചാൽ ഇല്ല, ഐ മീൻസ് ബ്രേക്ക് എടുക്കുന്ന സമയം. ലുക്കിംഗ് ഫോർവേഡ്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തെങ്കിലും ഇനി ബാക്കി പറയാനുണ്ടെങ്കിൽ പറയാം. മിയ എന്ന ലഘുചിത്രത്തിന് പിന്നിൽ സ്നേഹം നിറഞ്ഞ ഒരുപാട് കഥകളുണ്ട്, സൗഹൃദങ്ങൾ, സ്വപ്നങ്ങളുണ്ട്, പ്രയത്നങ്ങൾ. ഇനിയും നമുക്ക് കാത്തിരിക്കാം ഇതുപോലെ.